പ്രസാദ്, മറ്റൊരു തിരഞ്ഞെടുപ്പ് ദിവസം ചേലക്കരയിൽ വാശിയേറിയ പോരാട്ടം നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തുന്ന സമയമാണ്. ആ സമയത്തു തന്നെ ഇങ്ങനെയൊരു വാർത്ത പുറത്തുവിടണം എന്ന് നിർബന്ധമുള്ളവരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് ഇ പി പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് തിരഞ്ഞെടുപ്പ് ദിവസം ഈ വാർത്ത പ്ലാൻ ചെയ്തതിന് പിന്നിൽ എന്ന് ഇ പിക്ക് സ്വാഭാവികമായും സംശയിക്കാമല്ലേ? അതെ അരുൺ, ഇ പി പറയേണ്ടത് ഏതായാലും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ പൊതുവിൽ തോന്നുന്നത് ഇനിയിപ്പോൾ പറയേണ്ടത് ഡി സി ആണ് എന്നതാണ്. ഡി സി ആണ് ഇതുവരെയും ഒന്നും മിണ്ടാത്തത്. അത് ഡി സിക്ക് ഇ പി ജയരാജൻ കൊടുത്ത കണ്ടന്റ് ആണെങ്കിൽ മറുപടി പറയേണ്ടത് ഡി സി ആണ്. ഇനിയിപ്പോൾ അത് ഡി സി പറഞ്ഞാൽ തന്നെ ഈ കണ്ടന്റ് ഇനി നിലനിൽക്കില്ല എന്ന കാര്യം ഉറപ്പായി. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ആ ബുക്കിന്റെ പ്രസാധന ചടങ്ങിന്റെ സമയത്ത് ഇ പി ജയരാജൻ തന്നെ വന്ന് പറയണം, അന്ന് തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഞാനത് നിശ്ചയിച്ചതാണ്, ഇതെന്റെ കണ്ടന്റ് ആണ് എന്നുള്ളത്. ഇത് സംബന്ധിച്ച് വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് ഉറപ്പാണ് അരുൺ. കാരണം കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകൾ ഇതുപോലെ എൽ ഡി എഫിനെ വേട്ടയാടിയിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് പ്രകാശ് ജാവ്ദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന് തുറന്നു പറയാൻ ഇ പി ജയരാജൻ തെരഞ്ഞെടുത്ത ദിവസവും ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസമായിരുന്നു. മറ്റൊരു വലിയ പ്രതിസന്ധിയിലേക്ക് ഇടതുമുന്നണിയെ കൊണ്ടുചെന്നെത്തിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പ് ദിവസമുണ്ട്, അരുണും ഓർമ്മയുണ്ടാകും. അതായത് 2012 നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം. അന്ന് ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിലേക്കാണ് വി എസ് അച്യുതാനന്ദൻ പോയത്. അതായത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ ഏറ്റവും ശക്തമായ വിമർശനം ഉന്നയിച്ച വി എസ് അച്യുതാനന്ദൻ ആ വീട്ടിലേക്ക് പോയത് ഒരു വലിയ സന്ദേശവുമായിട്ടായിരുന്നു. അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു പ്രതികരണവും വി എസ് അച്യുതാനന്ദൻ നടത്തിയിരുന്നില്ല. അന്ന് ഞാൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു റിപ്പോർട്ടറാണ്. അന്ന് ഒരു പ്രതികരണവും നടത്തിയില്ലെങ്കിൽ പോലും അന്ന് ആ വിവരമറിഞ്ഞ രാവിലെ 10 മണി മുതൽ അന്ന് വൈകിട്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു ദൃശ്യങ്ങളും ഒരു ചാനലിലും പോയിട്ടില്ല എന്നുള്ളതാണ്. പകരം വി എസ് അച്യുതാനന്ദന്റെ വരവും വി എസ് അച്യുതാനന്ദൻ കെ കെ രമയെ കണ്ടതും ആശ്വസിപ്പിച്ചതും വി എസ് അച്യുതാനന്ദന്റെ ആ കണ്ണട താഴ്ന്നു വീഴാൻ നിൽക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിലുണ്ട്. അത്രയേറെ ക്രൈസിസിലേക്ക് അന്ന് ആ ഉപതെരഞ്ഞെടുപ്പ് പോയിരുന്നു നെയ്യാറ്റിൻകര. അതിനുശേഷം ഇതാ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജന്റേതെന്ന പേരിൽ പാർട്ടിയെ അത്യന്തം പ്രതിസന്ധിയിലാക്കുന്ന ചില ഉള്ളടക്കങ്ങൾ പുറത്തേക്ക് വരുന്നു. അത് ഡി സി ബുക്സ് ഉടൻ പുറത്തിറക്കും എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പേരിലാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷേ അതിന്റെ ഗ്രന്ഥകർത്താവായ ഇ പി ജയരാജൻ അത് നിഷേധിക്കുന്നു. താൻ ഒരു ആത്മകഥ എഴുതുന്നുണ്ട് എന്ന കാര്യം ശരിയാണ്, അതല്ലാതെ ഡി സി ബുക്സുമായി ഒരു കരാറുമില്ല, ഡി സി ബുക്സിനൊന്നും അയച്ചു കൊടുത്തിട്ടുമില്ല. താൻ എഴുതിയത് ടൈപ്പ് ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചിരുന്നു. അതിൽ ഈ കണ്ടന്റ് ഇല്ല എന്ന് ഇ പി ജയരാജൻ തറപ്പിച്ചു പറയുന്നതോടുകൂടി ഏറ്റവും ഒടുവിൽ ഡി സി ബുക്സിന് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. മാത്രമല്ല ഇന്ന് ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഡി സി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇന്ന് മാറ്റിവെച്ചു എന്ന് പറയുമ്പോഴും ഡി സിയുടെ പേരിൽ പുറത്തു വന്ന കണ്ടന്റ് അത് ഇ പി ജയരാജന്റേതാണോ അല്ലയോ, ചുരുക്കത്തിൽ പുസ്തകത്തിലുള്ളതാണോ അല്ലയോ എന്ന് പോലും പറയുന്നില്ല. അത് പിന്നീട് പറയാം എന്ന നിലയിലാണ് ഡി സിയുടെ പ്രസ്താവനയായി വരുന്നത്. പക്ഷേ അരുൺ, അതുകൊണ്ട് തീരുന്നില്ല. ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ദിവസം വലിയ ഒരു സംവിധാനത്തെ ആകെ മുൾമുനയിൽ നിർത്തുന്ന, സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ ഇ പി ജയരാജന്റെ പേരിൽ ഡി സിയിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു വന്ന കാര്യങ്ങൾ അത് ഡി സിയുടേത് തന്നെയാണോ എന്ന് ഡി സി ഒന്നിക്കിൽ തള്ളണം അല്ലെങ്കിൽ കൊള്ളണം. അതിതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കമന്റ് ബോക്സ് തന്നെ അടച്ചു വെക്കേണ്ട സ്ഥിതിയിലായിരിക്കുകയാണ് ഡി സി ബുക്സ്. വലിയ വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനമാണ്. അവർ ഇതിൽ വാർത്താക്കുറിപ്പിറക്കും അല്ലെങ്കിൽ പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇത്ര വലിയ ഒരു സംഭവം നടക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനം എന്ന നിലയിൽ ഡി സി ബുക്സിന് മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഇ പി ജയരാജൻ മറുഭാഗത്ത് നിന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, ഇതിൽ നിയമ നടപടി സ്വീകരിക്കും, അതെന്റെ കണ്ടന്റ് അല്ല, എങ്ങനെയാണ് അങ്ങനെ ഒരു കവർ വെച്ച് തന്റെ പേരിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതെന്ന് അതിന്റെ ഗ്രന്ഥകർത്താവ് പരസ്യമായി പറഞ്ഞ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ മറുപടി പറയേണ്ടത് ഡി സി ബുക്സ് തന്നെയാണ്. അരുൺ, ടി വി പ്രസാദ്, ഇപ്പോൾ രവി ഡി സിയുടെ ഒരു പ്രതികരണം നമ്മൾ തേടിയിരുന്നു, പക്ഷേ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് രവി ഡി സി പറയുന്നത്. എന്തായാലും
ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണെങ്കിൽ ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിലവിൽ തിരിച്ചടിച്ചു എന്ന് വേണം കരുതാൻ. ഇ പി ജയരാജൻ ആ പുസ്തകത്തിന്റെ കണ്ടന്റ് നിഷേധിച്ചതോടുകൂടി യഥാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നത് ആ വാർത്തയും ആ വാർത്തയോടൊപ്പം DC-യുടെ പരസ്യവുമാണ്. കാര്യം DC-ക്ക് കരാർ കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന സ്ഥിതിക്ക് DC-ക്ക് ആ പുസ്തകം ഇ പി ജയരാജൻ്റെതായിട്ട് പ്രസിദ്ധീകരിക്കുക കഴിയില്ല. അതൊരു ആത്മകഥയായി പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഇ പി ജയരാജൻ്റെ അനുവാദം വേണം. ഇ പി ജയരാജൻ എഴുതാത്ത പുസ്തകം ഇ പി ജയരാജൻ്റെതെന്ന് പറഞ്ഞ് ഈ DC ബുക്സിൽ പ്രസിദ്ധീകരിക്കാനും കഴിയില്ല. ഇനി DC ബുക്സ് ഒന്നുകിൽ കരാർ പുറത്തുവിടണം, അതല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റ് ഇ പി ജയരാജൻ തങ്ങളെ പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചതായിട്ടുള്ള കരാറോ മറ്റെന്തെങ്കിലും രേഖകളോ പുറത്തുവിടണം. അതല്ലാത്ത പക്ഷം ഇ പി ജയരാജൻ പ്രസിദ്ധീകരിക്കാത്ത ഒരു കണ്ടന്റ് ഇ പി ജയരാജൻ്റെ പേരിൽ എന്ന മട്ടിൽ തിരഞ്ഞെടുപ്പ് ദിവസം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ പ്രകാശന കർമ്മം നിർവഹിച്ചിരിക്കുന്നതും.